ഈ കഴിഞ്ഞ രാജസ്ഥാനും പഞ്ചാബും തമ്മിലുള്ള മത്സരം, രാജസ്ഥാൻ ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? നമുക്കറിയാം, പ്ലേ ഓഫ് ഉറപ്പിച്ച ഒരു ടീമിന്റെ പ്രകടനമാണോ ഇങ്ങനെ കാണേണ്ടി വരുന്നത്? നിങ്ങൾ പറ, അവസാനത്തെ 4 മത്സരങ്ങൾ, പ്ലേ ഓഫ് ഉറപ്പിച്ച ഒരു ടീമിന്റെ അവസാനത്തെ 4 മത്സരങ്ങളും പരാജയപ്പെട്ടുകൊണ്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാൻ എന്താണ് ഈ കാണിക്കുന്നത്? ഈ കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ലൈനപ്പിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് അല്ലേ, ബാറ്റിംഗ് ഓർഡറിൽ ചേഞ്ചസ് നല്ലപോലെ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ബാറ്റിംഗ് ടോസ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ബാറ്റിംഗ് എടുക്കേണ്ടടുത്ത് ഫസ്റ്റ് ബാറ്റിംഗ് എടുത്തിട്ട് ഒന്ന് കാണട്ടെ, ഇവിടെ ഫസ്റ്റ് ബാറ്റിംഗ് എടുത്ത് എന്താ കുഴപ്പം, ജയിക്കാൻ പറ്റുമോ ഞങ്ങൾ നോക്കട്ടെ എന്നുള്ള. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ്, ഒരാവശ്യവുമില്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ആണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേനും ബാറ്റ്സ്മാൻമാർ താളം തെറ്റുകയല്ലേ ചെയ്യുന്നേ? ഇല്ലേ, അവർ ആ ഒരു ഫോമിലും ആ ഒരു രീതിയിലും കളിച്ച് വരുമ്പോഴല്ലേ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ അവർക്ക് കളിക്കാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് സെറ്റ് മാറുന്നു, അവരുടെ അപ്രോച്ച് മാറുന്നു. ഇതൊക്കെ എന്താണ് സഞ്ജു സാംസൺ ഒക്കെ മനസ്സിലാക്കാത്തത്? അവസാനത്തെ 4 മത്സരങ്ങൾ അടുപ്പിച്ച് തോറ്റുകൊണ്ട്, അത് ഈ മത്സരം നോക്കുക, പ്ലേ ഓഫ് ഉറപ്പിച്ച് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീം ഏറ്റവും 10ാം സ്ഥാനത്ത് കിടക്കുന്ന ഒരു ടീമിനെതിരെ കളിച്ചപ്പോൾ തോറ്റു. എങ്ങനെയാണ് പിന്നെ പ്ലേ ഓഫ് കളിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇനിയുള്ള മത്സരങ്ങളൊക്കെ ബാംഗ്ലൂരൊക്കെ എന്നെ കളി കളിച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? അപ്പം ഈ ഒരു പ്ലേ ഓഫ് മത്സരങ്ങൾ ഇവർ എങ്ങനെ കളിക്കാനാണ്? ബട്ട്ലർ പോയി ഇവനെ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ ആവശ്യമില്ലാണ്ടുള്ള ചേഞ്ചസുകളും മാറ്റങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ എന്തിനാണ് സഞ്ജു സാംസൺ നടത്തുന്നത്? ഞങ്ങൾ ശരിക്കും പറഞ്ഞ പ്ലേ ഓഫ് കയറേണ്ട ടീമല്ല, ഞങ്ങൾ ആദ്യമേ എങ്ങനെയോ കയറി പോയതാണ്. അതുകൊണ്ട് ഇനിയുള്ള മത്സരങ്ങളൊക്കെ ഞങ്ങൾ തോറ്റൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ട്. അതാണോ രാജസ്ഥാൻ റോയൽസ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞ ക്യാപ്റ്റൻസിയുടെ പേരിൽ നല്ലപോലെ പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു താരമാണ് സഞ്ജു സാംസൺ. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വരുന്ന 1 2 മത്സരങ്ങൾ തോൽക്കുന്നത് നമുക്ക് പറയാം. ഈ മത്സരത്തിലും അത്യാവശ്യം പിടിച്ചു. 144 എന്നുള്ളൊരു സ്കോറാണ് രാജസ്ഥാൻ അടിച്ചെടുത്തത്. അത് ഏകദേശം 19ാമത്തെ ഓവർ വരെയും കഷ്ടിച്ച് കൊണ്ടുവന്നു. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം 5 ബോളേഴ്സാണ് ഇവർക്ക് ഉള്ളത്. ആ 5 ബോളേഴ്സ്, അതാണ് വേറെയും വലിയൊരു പ്രശ്നം. 5 ബോളേഴ്സിനെ വെച്ചിട്ടാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തവും. അതിൽ ഒരാളെ തല്ലി കൊണ്ടു കഴിഞ്ഞാൽ വേറെ ഓപ്ഷനില്ല മാറ്റിയിടാനും എടുക്കാനും ഒക്കെ. പിന്നെ ഉള്ളത് മറ്റേ റയാൻ പരാഗ, അതിപ്പോ അടി കിട്ടിയിരിക്കുന്നവനെ കൊണ്ട് തന്നെ എറിയിപ്പിക്കുന്നതായിരിക്കും, കാരണം വിശ്വസിക്കാൻ പറ്റില്ല. ഇതെന്താണ് സഞ്ജു സാംസൺ ഈ കാണിക്കുന്നത്? കൊള്ളാം, കോൺഫിഡൻസ് നല്ലതാണ്, ഇമ്പാക്ട് പ്ലെയർ എന്നുള്ളൊരു ഒരു റൂൾ അവിടെ ഉള്ളപ്പം എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് കളിക്കുന്നത്? എന്താണ് വന്ന ബാറ്റിങ്ങിൽ അത്രയും ബാറ്റേഴ്സിനെ അത്ര ഇടുവാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണ്? ഒരു ബാറ്റിംഗ് പ്രകടനത്തിൽ എന്താണത് കാണാത്തത്? വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ 1 2 സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ്. ഈ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ 2 ജയിച്ചാൽ ഒരു പക്ഷേ 1ാം സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു ടീമാണ്. ഇപ്പൊ ഈ 4 മത്സരങ്ങൾ തോറ്റു. അടുത്തൊരു മത്സരം കൂടെ രാജസ്ഥാൻ തോറ്റു കഴിഞ്ഞാലുണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നറിയോ? SRHന് ശേഷിക്കുന്ന 2 മത്സരങ്ങൾ SRH ജയിച്ചാലുണ്ടല്ലോ നേരെ SRH 2ാം സ്ഥാനത്ത് പോകും, നേരെ രാജസ്ഥാൻ 3ാമത്തോട്ട് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? ഡയറക്റ്റ് ഫൈനലിലോട്ട് കയറാനായിട്ടുള്ളൊരു ചാൻസ്, അല്ലെങ്കിൽ ഫൈനലിലോട്ട് കയറാനുള്ള ചാൻസ് അവിടെ കുറയാണ്. നമുക്കറിയാം അതിന്റെ ഫൈനലിലോട്ട് പോകുന്ന ഇത് നമുക്കറിയാം. 1 2 സ്ഥാനക്കാർ കളിക്കുന്നു, അതിന് നേരെ ജയിക്കുന്ന ഒരാൾ ഫൈനലിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് എലിമിനേറ്റർ റൗണ്ടാണ് പിന്നെ വരുന്നത്. സെക്കൻഡ് എലിമിനേറ്ററിലോട്ട് വരും. അപ്പം ഒന്ന് തോറ്റാൽ വീണ്ടും നമുക്കൊരു അവസരം കൂടെ അവിടെ കിട്ടുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഒരു കൂസലും ഇല്ലാണ്ടാണ് രാജസ്ഥാൻ റോയൽസും സഞ്ജു സാംസൺ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബാറ്റിങ്ങിൽ പിന്നെയും ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ജയ്സ്വാള്, ബട്ട്ലർ ഇല്ലാത്തതുകൊണ്ട് പുതിയതായിട്ട് കയറിയ ടോം, അതുപോലെ തന്നെ സഞ്ജു സാംസൺ, ഇവരൊക്കെ ടോപ്പ് ഓർഡർ തകർന്നു. അതിനുശേഷം റയാൻ പരാഗ് അത്യാവശ്യം നിന്ന് കളിച്ചു. അതുപോലെ തന്നെ അശ്വിനെ ഇടയ്ക്ക് കയറ്റി. അതൊക്കെ അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തിനാണ്? ജൂറലൊക്കെ 4ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തൊക്കെ കയറുന്നവരാണ്. അവർക്ക് കുറച്ചൊരു ബോൾ എടുത്തിട്ട് വേണം അവർക്ക് കളിക്കാനായിട്ട്. ആ ബോളേഴ്സ് അശ്വിൻ അങ്ങ് കളിക്കുകയാണ്. അപ്പോൾ അവർക്ക് വന്നിട്ട് അവർക്കൊന്ന് സ്റ്റാൻഡ് ചെയ്യാനോ അവരുടെ ആയിട്ടുള്ള ഒരു രീതിയിൽ അവർക്ക് കളിച്ച് കയറാനോ കഴിയുന്നില്ല. ആ ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നില്ല, ആ ഒരു ഫ്രീഡം അവർക്ക് കിട്ടുന്നില്ല. വരുമ്പോഴത്തേന് തന്നെ എന്താ കാണുന്നതെന്നറിയോ? റൺ റേറ്റ് വളരെയധികം കുറഞ്ഞു നിൽക്കുക, റണ്ണ് വളരെയധികം കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് വന്ന ഉടനെ തന്നെ അറ്റാക്ക് ചെയ്യേണ്ട ഒരു ഇതാണ് കണ്ടുവരുന്നത്. റോമാൻ പവലിനും ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഉണ്ടായത്. കാരണം അവർ കളിച്ചു വന്ന രീതി ഒക്കെ മാറ്റമായിട്ട് ഇങ്ങനെ ചേഞ്ചസ് വരുത്തുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവർക്കത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതൊക്കെ ഏത് പൊട്ടന്മാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്.
എന്നിട്ടും എന്താണ് സഞ്ജു സാംസൺ ഒക്കെ ഇതൊക്കെ മനസ്സിലാക്കാത്ത ശ്രദ്ധിക്കാത്തെന്നുള്ള കാര്യമാണ്. ജൂറല് ഡക്കിന് പുറത്തായിരുന്നു, റോമാൻ പവേൽ 4 റൺസിന് പുറത്താകുന്നു, ഇമ്പാക്ട് പ്ലെയറായിട്ട് കയറിയ ഫെറാറി അങ്ങനത്താണ് 7 റൺസിന് പുറത്താകുന്നു. അങ്ങനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. പഞ്ചാബിൻ്റെ അത്യാവശ്യം എല്ലാ ബോളേഴ്സും നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. തിരിച്ചുകൂടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും സഞ്ജു സാംസൺ കൂട്ടരും എറിഞ്ഞു പിടിച്ചു. എനിക്കറിയാം 5 ബോളേഴ്സിനെ വെച്ചിട്ട് സഞ്ജു സാംസൺ അത്രയും കൊണ്ടുവന്നത് ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ എപ്പോഴും തോൽവി തന്നെയാണ് അല്ലേ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണേലും പിടിച്ചൊന്നോ എടുത്തൊന്നോ എന്ന് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല, തോറ്റു. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ സാം കറണിൻ്റെ നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചു. സാം കറൺ ഒറ്റയ്ക്ക് മാത്രമാണ് ഒരു 41 ബോളിൽ 63 റൺസ് എടുത്തു. അദ്ദേഹം ബോളിങ്ങും ബാറ്റിങ്ങും സാം കറൺ നല്ലപോലെ തന്നെ ചെയ്തു. അങ്ങനെ എന്തായാലും 7 ബോളുകൾ ബാക്കി നൽകിയ 5 വിക്കറ്റിന് പഞ്ചാബ് ജയിച്ചിരിക്കുകയാണ്. എന്തായാലും രാജസ്ഥാൻ റോയൽസ് അവസാനത്തെ 4 മത്സരങ്ങൾ തോറ്റുകൊണ്ട് വീണ്ടും പ്ലേ ഓഫിൽ ഇങ്ങനെ നിൽക്കുന്ന, അല്ലെങ്കിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ ഇനി കളിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന രാജസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ ഒരു കാര്യം, 4 മത്സരങ്ങൾ തോറ്റെന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഒരു ബാഡായിട്ടുള്ളൊരു സിമ്പിൾ തന്നെയാണ്. അത് വെച്ചോണ്ട് നിങ്ങൾ പ്ലേ ഓഫ് കളിക്കാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമുമായിട്ട് തോറ്റ നിങ്ങൾ എങ്ങനെയാണ് ടോപ്പ് 4 മത്സരിക്കാൻ പോകുന്നത്? ഇപ്പം ഇത്ര ദേഷ്യം വരാൻ കാര്യം എന്താണെന്നറിയോ, ഞാനൊരു മുംബൈ ഫാനാണ്. അപ്പം അതിനുശേഷം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് രാജസ്ഥാൻ. അപ്പം അത്രയും നമ്മൾ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ടീമാണ്. പ്രത്യേകിച്ച് സഞ്ജു സാംസണിന്റെ ഒരു കപ്പ് എടുക്കാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെ ഒരു നിലയിൽ നിന്നും ഈ ഒരു പ്രകടനം വരുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യം കൊണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്തായാലും അടുത്ത മത്സരത്തിൻ്റെയൊക്കെ റിവ്യൂ റിയാക്ഷനും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.